പക്ഷേ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റൂമിലുണ്ടെങ്കിൽ പാച്ചൊക്കെ അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ എവ്രി വൺ വിൽ ബി ലാഫിങ് ഓർ സ്മൈലിങ്. എനിക്കത് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പോസിറ്റീവ് ക്യാരക്ടറാണ്. അതിൽ ശരിക്കും ഞാനങ്ങ് വീണുപോയി, അലിഞ്ഞു പോയി. എല്ലാം കുട്ടിയുടെ ഭാഗ്യം. അതെ അതെ. സൽമാൻ ഫസ്റ്റ് മേഘനെ കണ്ടപ്പോൾ ഉള്ള ഇംപ്രഷൻ എന്തായിരുന്നു? എന്നെ കണ്ട് ഓർമ്മയുണ്ടോ നിനക്ക്? സത്യം പറഞ്ഞ ഫസ്റ്റ് കണ്ടേ നമ്മളെ കൊല്ലം ഷൂട്ടില്, കൊല്ലത്തിന്റെ വീട്ടില് അല്ലെ, കൊല്ലം വീട്ടില് കുറച്ച് ട്രയൽ എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹീറോ സെലക്ഷൻ ടൈമിലാണ്. കാരണം എന്നെ അറിയുന്ന സാറും കൺട്രോളറും അവരൊക്കെയാണ് എന്നെ ഇത് പ്രൊജക്റ്റിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ട്രയൽ ഷൂട്ട് കണ്ടപ്പം ആദ്യം ഒരു കുട്ടി തന്നെയാണ്, ഒരു കുട്ടി ഫേസ്, കുട്ടി അപ്പിയറൻസ് ഒക്കെ ആയിട്ട് ഒരു കുട്ടി ആയിട്ട് തന്നെയാണ് ഫീൽ ആയത്. കുഞ്ഞു പെണ്ണ് സൈക്കിൾ ഓടിച്ചു വന്നാലാണ്. എത്ര വയസ്സിലപ്പോ പ്രപ്പോസ് ചെയ്തത്? 18. ഭാഗ്യ പോക്സോ അല്ല. ലൈക്ക് ഇപ്പൊ പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. അപ്പം ലൈക്ക് നിങ്ങളിപ്പം ഇന്റർകാസ്റ്റ് ആണല്ലോ, അപ്പൊ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? ലൈക്ക് ഞാനിപ്പോ ഇനി ഇത് പ്രപ്പോസ് ചെയ്ത ആളെ ആക്സെപ്റ്റ് ചെയ്താൽ ഇത് ഞാൻ എങ്ങനെ ഫെർദർ കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്ത ആ ടൈമിലുണ്ടായിരുന്നോ? ആക്ച്വലി ഇതിപ്പോൾ 90s ഈ പറഞ്ഞ ഇതിൽ ഭയങ്കര വാല്യൂ ഉണ്ടാവും. അറ്റ് ദിസ് ടൈം എന്താണ്, ഇഫ് ബോത്ത് ഓഫ് ദ പീപ്പിൾ ലവ് ഈച്ച് അതർ, അത് മാത്രം നോക്കിയാൽ മതി. റിലീജിയൻ കാസ്റ്റ് നോക്കി എന്നാ നടക്കില്ല. പറയണം എന്തെങ്കിലും. രണ്ടുപേരുടെ ചോദിച്ചത് എന്റെ അഭിപ്രായം ഇതാണ്. ലൈക്ക് നമ്മള് റിലീജിയൻ കാസ്റ്റ് ഒക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട് ഇൻ ദിസ് ജനറേഷൻ. ഐ തിങ്ക് ആക്ച്വലി നമ്മള് പോസിറ്റീവും നെഗറ്റീവും എല്ലാത്തിലും കാണും. ഇപ്പൊ സെയിം റിലീജിയൻ കല്യാണം കഴിച്ച ആൾക്കാർ പിരിയുന്ന ആൾക്കാരുണ്ട്, ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഇന്റർകാസ്റ്റ് കഴിച്ചാലും ഹാപ്പി ആയിട്ടുള്ളവരുണ്ട്, പിരിയുന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് ഹൗ യു ലിവ് ഓർ ഹൗ യു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അതിനിപ്പം എന്തെങ്കിലും ഒരു ഫാക്ടർ വെച്ചിട്ട് അതുകൊണ്ട് ശരിയാവോ? നമ്മൾക്ക് ആർക്കും നാളെ എന്താണെന്ന് അറിയില്ല. ഈ നാളെ എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സെക്കൻഡ് എന്താണെന്ന് നമുക്കറിയില്ല. ആ നമ്മുടെ ഫ്യൂച്ചർ അത്രയും കാലം കഴിഞ്ഞിട്ട് എന്താന്ന് ചിന്തിച്ചിട്ട് ഇപ്പോഴേ വറീഡ് ആവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിൻ്റെ ഒരു സിൻസിയറിറ്റി, കാരണം ഓൾറെഡി ആ ഒരു പെയിൻ അറിയുന്നത് കൊണ്ട് എനിക്കും അതിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. ഇനിയിപ്പം ഇവള് സിൻസിയറായിട്ട് നിന്നിട്ട് ലാസ്റ്റ് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഇനി ഇവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് ഇവളിന് പോകും. അപ്പോൾ ഇവക്കും ചിലപ്പോൾ അത് പെയിൻ ആവും. അപ്പോൾ ഇവളും ആ പെയിൻ അറിയണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാക്ക് അടിച്ച് നിന്നൊരു ടൈം. അപ്പം അങ്ങനെ എന്താ പറയുക, ഒരു എല്ലാ തോട്ട്സും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അൾട്ടിമേറ്റ്ലി ചിന്തിച്ചത് എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ ഈ പുള്ളിക്കാരി ആദ്യം പറഞ്ഞ പോലെ ഇഫ് ഇറ്റ്സ് ട്രൂ, അത് അതിൻ്റെ സക്സസ് ആകുമ്പം, ടൈം ആകുമ്പോൾ സക്സസ് ആവും. അപ്പം വിൽ വെയിറ്റ്, അവൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തീരുമാനിക്കട്ടെ എന്ന്. ഇപ്പം എന്ത് ഏജ്, ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഏജ് ഡിഫറൻസ് ഉണ്ട്, റിലീജിയൻ ഡിഫറൻസ് ഉണ്ട്, ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അത് പറയണ്ട, ഹൈറ്റ് ഡിഫറൻസ് ചുമ്മാ ഇപ്പൊ ഒന്നും അല്ല. അപ്പൊ എങ്ങനെയാണോ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നല്ലത് കിട്ടിയിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും അതും ഉണ്ടാവില്ല കയ്യിൽ. മോശം കിട്ടിയിട്ട് നിങ്ങൾ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തെങ്കിൽ ആ മോശം നിങ്ങൾക്ക് നല്ലതാക്കി മാറ്റാൻ പറ്റും. For a successful relationship, trust, understanding and love is the main factor. That's what I trust. അത് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് അതിൽ ഭയങ്കര പ്രൗഡ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ബിലീഫ് സെൽഫായിട്ട് ഞാൻ ചിന്തിച്ചിരുന്നത് ലവ് ലൈഫ് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കതിൽ ലക്കില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെയും കുറെ പറഞ്ഞ് എന്നെ റിജക്ട് ചെയ്തായിരുന്നു കേട്ടോ. എനിക്ക് ലവ് പറഞ്ഞിട്ടില്ല, ഐ എം വെരി അൺലക്കി ഇൻ ദാറ്റ്. I said like അങ്ങനെ ഒരു സാധനം ഇല്ല. യു ഡിസേർവ് ദി ബെസ്റ്റ്. യു നീഡ് സമൺ ഹു നീഡ്സ് ടു ലവ് യു ടു ദി മോസ്റ്റ്. നീ അതൊന്നും ഞാനും എന്നെ കുറെ പൊക്കി പറഞ്ഞു. സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നതാണ്. ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഞാനത് ഡിസേർവിങ് അല്ല, വേർത്ത് അല്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഷീ ഓൾവേസ് യൂസ് ടു ടെൽ, എനിക്കും അതിന് റൈറ്റ് ഉണ്ട്, ഞാനും അതിന് വേർത്താണ്, ജസ്റ്റ് ട്രൈ, ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്, ജസ്റ്റ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എത്രത്തോളം നെഗറ്റീവ് അടിച്ചിട്ടുണ്ടോ അതിനൊക്കെയും പോസിറ്റീവാക്കി മാറ്റി 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 എനിക്ക് ആ ഒരു ട്രസ്റ്റ് തന്ന്, എനിക്ക് ആ ഒരു ധൈര്യം തന്ന് എന്നെ മാറ്റിയെടുത്തിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സക്സസ് ആണിത്, അല്ലെങ്കിൽ ഒരു ലവ് സക്സസ് ആയതാണിത്. അപ്പോ എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ടോപ്പ് മോസ്റ്റ് സിഗ്മയായിരുന്നു. അത്രയ്ക്കാണ് അതിൽ ഇത്രയും മാറ്റിയെടുത്ത് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ, എങ്ങനെ ഉണ്ടായ ഒരാളെ ഇപ്പൊ ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത്രക്കും അവളുടെ ഒരു ലവിന്റെ പവർ തന്നെയാണ്. ഞാൻ പറഞ്ഞു, എടാ സിഗ്മ ആൾക്കാരും കല്യാണം കഴിക്കുന്നുണ്ടടാ, കുഴപ്പമില്ലടാ, ഇപ്പൊ സിഗ്മ എന്ന് പറയും നടക്കുന്ന ആൾക്കാർ എല്ലാവരും കല്യാണം കഴിച്ചു, നീ നിനക്കും ആവാം. 2021 22 എന്ന് കൃത്യമായി ഓർമ്മയില്ല.
അന്ന് മേഘയുടെ 18ാം പിറന്നാളായിരുന്നു. ആ ദിവസമാണ് സൽമാനോട് പ്രപ്പോസ് ചെയ്തതും നിരസിച്ചതും. ഞാൻ പ്രണയിക്കാൻ യോഗ്യനല്ല, എനിക്കത് ലക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരസിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അത് ഞങ്ങളെ ഒന്നിപ്പിക്കുമെന്ന് വിശ്വസിച്ചു എന്ന് മേഘ പറയുന്നു. 2 വർഷം കാത്തിരുന്നു, അവസാനം എങ്ങനെയൊക്കെയോ വളച്ചു എന്നാണ് മേഘ പറയുന്നത്. മിഡിരണ്ടിലും എന്ന സീരിയലിൽ നിന്ന് സൽമാൻ പിന്മാറേണ്ടി വന്നൊരു സമയമുണ്ടായിരുന്നു. ഇമോഷണലി തന്നെ ഒരുപാട് കരയിപ്പിച്ച സംഭവമായിരുന്നു അത്. സീരിയലിൽ നിന്നും മാറി നിന്നപ്പോഴും മേഘയുടെ പ്രണയം ശക്തമായിരുന്നു. ഓക്കെ, അത് സീരിയസ് ആണെന്ന തോന്നൽ ഉള്ളിൽ വന്നപ്പോൾ സുഹൃത്തിനോടാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം മേഘയോട് ശരി കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും പ്രണയം സ്വീകരിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ഫോർമലായി ഒരു ഐ ലവ് യു പോലും പറഞ്ഞില്ല. കല്യാണത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് നിന്റെ പ്രണയം ഞാൻ സ്വീകരിക്കുന്നു എന്ന തരത്തിൽ ഔദ്യോഗികമായി പ്രപ്പോസ് സ്വീകരിച്ചത്.